പാലക്കാട് നഗരസഭാ കാര്യാലയത്തിന് മുകളിൽ പ്രതീകാത്മകമായി ദേശീയ പതാക ഉയർത്തിയ ഇന്ത്യൻ യുവജന പ്രസ്ഥാനത്തിന്റെ കർമ്മധീരരായ സമരഭടന്മാരെ വാർത്താവിചാരണ അഭിവാദ്യം ചെയ്യുന്നു. ഇന്ത്യൻ മതേതരത്വത്തിന്റെ പ്രതീകമായ ബാബറി മസ്ജിദ് തകർക്കാൻ കയറിയ ഹിന്ദുത്വ തീവ്രവാദികൾ മീനാരത്തിന് മുകളിൽ കാവിക്കൊടി കെട്ടി തട്ടഹസിച്ചതിന് സമാനമായിരുന്നു ഒരു നഗരസഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ പേരിൽ ജയ് ശ്രീറാം എന്നെഴുതിയ കാവി ബാനർ കെട്ടിയത്. ഇത് ഫാസിസ്റ്റ് ഭീകരതയുടെ മുഖമാണ്. ഒരു നഗരസഭാ ഭരണം കിട്ടിയപ്പോൾ ഇതാണെങ്കിൽ ഗുജറാത്തിലും യുപിയിലുമെല്ലാം എന്തായിരിക്കും ഇവർ കാട്ടിക്കൂട്ടുന്നതെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അവിടെയൊന്നും ഈ കാവി ഭീകരതയെ പ്രതിരോധിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? അവിടങ്ങളിലെ പ്രധാന രാഷ്ട്രീയ കക്ഷിയായ കോൺഗ്രസ് പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ കാവി ഭീകരതയ്ക്ക് സകല ഒത്താശയും ചെയ്യുന്നത് കൊണ്ടാണ് ഇത് എന്നു തന്നെയാണ് ഉത്തരം. അതിൻ്റെ തെളിവാണ് പാലക്കാട്ടും കണ്ടത്. കാവി ഭീകരതയ്ക്കെതിരെ ഒന്ന് മുരളാൻ പോലും കോൺഗ്രസ് തയ്യാറായോ? ഒരു നേരിയ പ്രതിഷേധമെങ്കിലും ഉയർത്തിയോ? അവിടെയാണ് ഇടതുപക്ഷ യുവജന പ്രസ്ഥാനത്തിന്റെ ഈ പ്രതീകാത്മക പ്രതിഷേധത്തിന്റെ പ്രസക്തി. ഇത് ഗുജറാത്തല്ല, കേരളമാണ്. ഇവിടെ വർഗീയവാദികൾക്ക് സ്ഥാനമില്ല. ഇവിടെ മതേതരത്വം കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാൻ ഒരു പക്ഷമുണ്ട്. അത് ഇടതുപക്ഷമാണ്, ജനപക്ഷമാണ്. ഈ ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാനാണ് വർഗീയ ശക്തികൾ നോക്കുന്നത്. അതിന് അകമഴിഞ്ഞ പിന്തുണ നൽകുന്നത് കോൺഗ്രസും ലീഗും അടങ്ങുന്ന വലതുപക്ഷവും. പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷത്തെ തകർക്കാൻ ഇക്കൂട്ടരെല്ലാം അന്ന് BJP-യോട് കൈകോർത്തു. ഇന്നിതാ ബംഗാളിൽ RSSും BJP-യും അഴിഞ്ഞാടുന്നു. ത്രിപുരയിൽ കോൺഗ്രസ് അപ്പാടെ BJP-യായി. അതിൻ്റെ ദുരന്തമാണ് അവിടെയും കാണുന്നത്. അത്തരം നീക്കമാണ് കേരളത്തിൽ നടത്തിയതും നടത്തിക്കൊണ്ടിരിക്കുന്നതും. പക്ഷേ പ്രബുദ്ധ കേരള ജനത അത് തിരിച്ചറിഞ്ഞ് ചെറുത്തു തോൽപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ വർഗീയ ശക്തികളെയും അവർക്ക് താങ്ങും തണലുമായ വലതുപക്ഷത്തെയും ജനങ്ങൾ ഒരു മൂലക്കിരുത്തി. പാലക്കാട് നഗരസഭയിൽ ദേശീയ പതാക ഉയർത്തിയ ആ യുവജന നേതാക്കൾക്ക് വാർത്താവിചാരണയുടെ റെഡ് സല്യൂട്ട്. ഇത് പറയുമ്പോൾ നിഷ്പക്ഷ സ്ഥാനികൾ എന്ന വേഷം കെട്ടിയാടുന്ന പുതിയ തരം വലതുപക്ഷ രാഷ്ട്രീയക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് എപ്പോഴാണ് രാജ്യസ്നേഹം വന്നത്? നിങ്ങൾക്ക് എപ്പോഴാണ് ദേശീയ പതാകയോട് ആദരവ്? അതിന് പലതവണ ഉത്തരം പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അതിലേക്ക് വിശദമായി ഇപ്പോൾ പോകുന്നില്ല. ദേശീയ പതാകയുടെ കാര്യം മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കാം. ഹർകിഷൻ സിംഗ് സൂർജിത്ത് എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യൂണിയൻ ജാക്ക് എന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കൊടിയടയാളം അടിച്ചുമാറ്റി ദേശീയ പതാക ഉയർത്തിയ 16-കാരൻ. 1932 ഭഗത് സിംഗിന്റെ 1ാം രക്തസാക്ഷി ദിനത്തിൽ ഹോഷിയാർ കോടതി വളപ്പിലെ യൂണിയൻ ജാക്ക് താഴ്ത്തി ത്രിവർണ്ണ പതാക ഉയർത്താൻ അന്ന് കോൺഗ്രസ് തീരുമാനിച്ചു. അതിന് നേരിടാൻ കലക്ടർ ബ്രിട്ടീഷ് പട്ടാളത്തെ വിന്യസിച്ചു. പതാക തൊട്ടാൽ വെടിയുതിർക്കുമെന്ന് ബ്രിട്ടീഷ് പട്ടാളം പ്രഖ്യാപിച്ചു. അതോടെ കോൺഗ്രസ് പരിപാടി ഉപേക്ഷിച്ച് വാലും ചുരുട്ടിപ്പോയി. പക്ഷേ ജലന്ധറിൽ നിന്ന് ഹോഷിയാർപൂരിലെത്തിയ ആ 16-കാരൻ പിന്മാറിയില്ല. ഭയന്ന് പിന്മാറുന്നത് രാജ്യത്തിന് അപമാനമാണെന്ന് പ്രഖ്യാപിച്ച് ത്രിവർണ്ണ പതാകയുമായി കോടതി വളപ്പിലേക്ക് കുതിച്ചു കയറി. യൂണിയൻ ജാക്ക് കീറിയെറിഞ്ഞ് ഇന്ത്യൻ ദേശീയ ബോധത്തിന്റെ പ്രതീകമായ മൂവർണ്ണക്കൊടി ഉയർത്തി. ബ്രിട്ടീഷ് പട്ടാളം 2 തവണ വെടിയുതിർത്തുവെങ്കിലും പിന്മാറാതെയാണ് ആ യുവാവ് കൊടി ഉയർത്തിയത്. പിന്നീട് ബ്രിട്ടീഷ് പട്ടാളം പിടികൂടി ഭീകരമായി മർദ്ദിച്ചവശനാക്കി കോടതിയിലെത്തിച്ചപ്പോൾ കോടതി ആ യുവാവിനോട് പേര് ചോദിച്ചു. ലണ്ടൻ തോട്ട് സിംഗ്, ലണ്ടനെ തകർക്കുന്ന സിംഗ് എന്നായിരുന്നു മറുപടി. ആ കമ്മ്യൂണിസ്റ്റാണ് പിന്നീട് ദീർഘകാലം CPIM ജനറൽ സെക്രട്ടറി ആയത്. പേടിച്ചോടിയ കോൺഗ്രസുകാരോടൊപ്പം പോയ പാരമ്പര്യമല്ല, ഷൂ നക്കിയവരുടെ മാപ്പെഴുതി കൊടുത്തവരുടെ പാരമ്പര്യവുമല്ല കമ്മ്യൂണിസ്റ്റുകാരുടെ സ്വാതന്ത്ര്യ സമര പാരമ്പര്യം എന്നതിന് ഈ ഒരു ഉദാഹരണം മാത്രം പോരെ. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ കൊടിക്കൂറ കീറിയെറിഞ്ഞ ആ കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ പിന്മുറക്കാരാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ പീറക്കാവി കീറിയെറിഞ്ഞ് ത്രിവർണ്ണ പതാക ഉയർത്തിയത്. അതിന് ഒരു നിഷ്പക്ഷ സ്ഥാനികളുടെയും ഒരു നിഷ്പക്ഷ സ്ഥാൻകാരുടെയും സ്വാതന്ത്ര്യ സമരത്തിന്റെ നേരവകാശികൾ എന്ന് മേനി നടിക്കുന്നവരുടെയും ഒരു സർട്ടീറ്റും ആവശ്യമില്ല. എവിടെ ഇന്ത്യൻ മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വെല്ലുവിളികൾ ഉയർന്നുവോ അവിടെ ചെറുത്തുനിൽപ്പുമായി ഇടതുപക്ഷം ഉണ്ടാകും.